നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് പരാതി. ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമെന്ന് ഡോക്ടർമാർ. തുറന്നുപറച്ചിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റേത്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്നും വിശദീകരണം. സർക്കാർ സംവിധാനത്തെ നാണം കെടുത്താനുള്ള ശ്രമമെന്നും ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ. സൂംബ വിവാദം കത്തുന്നു. മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്കൂളുകളിൽ സൂംബയുമായി മുന്നോട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമെന്നും വർഗീയതയ്ക്ക് വളം വെക്കുന്നുവെന്നും മന്ത്രി. സൂംബ അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷ്. വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് പൂർത്തി സർക്കാർ. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മരണശേഷവും സർക്കാർ കുടുംബത്തെ വേട്ടയാടുന്നുവെന്ന് BJP. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ഷട്ടറുകൾ തുറന്നേക്കും. ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ 1 വയസ്സുകാരൻ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ലെന്ന് പരാതി. പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തില്ല. ഖബറടക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് DM. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം. 16 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആക്രമണം ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തെഹ്രീക്കെ താലിബാന്റെ ഉപവിഭാഗം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി എന്ന സൂചനയുമായി യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആരോപിച്ച് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തുന്നു. ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റമായപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. അത് പിന്നെ പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയത്. അപ്പോൾ രാവിലെ ഞാനത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പിന്നെ DME ഒക്കെ വിളിച്ചിരുന്നല്ലോ. അപ്പോൾ അവരെ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു, ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ ഉറപ്പ് തന്നതാണ്. പോസ്റ്റ് പിൻവലിക്കണം, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല. അതുപോലെ തന്നെ ആ അഭിപ്രായങ്ങൾ തന്നെയാണ്. അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണവും ഇല്ല. പിന്നെ ഞാൻ ഇപ്പോൾ പിൻവലിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പിന്നെ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവിക ചേരുന്നു. ദേവിക, എത്രത്തോളം ഗുരുതര ആരോപണമാണ് വരുന്നത്? പ്രത്യേകിച്ചും ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുണ്ടാകുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? എന്താണ്? ഒപ്പം ഈ ഒരു കാര്യം ഈ ഡോക്ടർ തുറന്നു പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഈ അധികൃതർ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഒപ്പം ആരോഗ്യമന്ത്രിയുണ്ട്, എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെ? യൂറോളജി വിഭാഗം മേധാവിയാണ് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹത്തിന്റെ ഈ വിവാദ പോസ്റ്റ് പുറത്തു വന്നതോടെ വിശദീകരണവുമായി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവമുണ്ട് എന്നാണ് നമുക്ക് ഹാരിസ് ചിറക്കലിന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. അത്തരത്തിലൊരു പോസ്റ്റ് വന്നപ്പോൾ ഇതൊരു ചർച്ചയാവുകയും അതൊരു വിവാദമാവുകയും ചെയ്തു. അപ്പോഴാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുന്നത്. പറയുന്നത് ഇത്തരത്തിൽ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്.
സർക്കാരിനെ കരിവാരി തെളിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ആ പോസ്റ്റിനുള്ളത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ ശസ്ത്രക്രിയകളൊന്നും മുടങ്ങിയിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ ഈ ഹാരിസ് ചിറക്കൽ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം അത് പിൻവലിച്ച് രണ്ടാമത് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഡോക്ടർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് മന്ത്രിയുടെ PS ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പോസ്റ്റ് പിൻവലിക്കുന്നത്. 8 മാസം മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന് ഓഫീസിനെ അറിയിച്ചിരുന്നു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇദ്ദേഹം മുന്നോട്ട് വന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് ഒരു ഇടത് ചായ്വ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ കരിവാരി തേക്കാനുള്ള ശ്രമം എന്നത് അവിടെ തന്നെ ആ ഒരു ആരോപണം ഇല്ലാതാവുകയാണ്. എന്തായാലും ഇദ്ദേഹം ആവർത്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഈ പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്നത് ആണ് വ്യക്തമാകുന്നത്. അശ്വതി, ശരി, വിവരങ്ങളായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സ്കൂളുകളിലെ സൂംബ വിവാദത്തിൽ മതസംഘടനകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ഇപ്പോഴത്തെ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മതസംഘടനകൾ ആജ്ഞാപിക്കരുത്, അഭിപ്രായം പറയാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും കോഴിക്കോട് പ്രതികരിച്ചു. ലഹരിക്കെതിരെ സ്കൂളുകളിൽ ആരംഭിച്ച സൂംബയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇടതുപക്ഷ തീരുമാനം. സർക്കാർ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നിലവിലെ പ്രതിഷേധം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇടയാക്കും. ലഘുവ്യായാമം സ്കൂൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ വിവാദം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ നടപ്പിലാക്കണമെന്നും ഓർമ്മിപ്പിച്ചു. അതിൽ രക്ഷിതാവിന് റോളില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കുഴപ്പമാണ് വിവാദമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂംബ വിവാദം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂംബയ്ക്ക് കുഴപ്പമുണ്ട്, MSFന്റെ സൂംബയ്ക്ക് കുഴപ്പമില്ലെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ആജ്ഞ വേണ്ട, അഭിപ്രായം പറയാമെന്ന നിലപാടിൽ സർക്കാരിന് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. സൂംബ നൃത്തത്തിന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ DYFI AI കാലത്താണോ MSF നിൽക്കുന്നതെന്നും ചോദിച്ചു. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം MSFന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, അതായത് പറയും, മതസാമുദായിക സംഘടനകൾ അവർക്ക് അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ AI കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് DYFI ആരോപിക്കുന്നത്. സൂംബ വിവാദത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ശക്തമായി പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് CPM. അമൃത ന്യൂസ്, കോഴിക്കോട്. സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷം. എതിർക്കുന്നവരുമായി ചർച്ച നടത്തണമെന്ന് നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. സൂംബയെ എതിർക്കുന്നതിനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സൂംബ വിഷയം സർക്കാരിന് പരിഹരിക്കാനാകുമെന്നും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള നാടായി കേരളം മാറിയെന്നും VD സതീശൻ പറഞ്ഞു. അവർക്ക് ഉപയോഗിക്കാൻ വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. സൂംബ ഡാൻസിനെ എതിർക്കുന്നത് അല്പജ്ഞാനികളെന്ന് സ്പീക്കർ AN ഷംസീർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സൂംബ വിവാദം നിർഭാഗ്യകരമെന്ന് മന്ത്രി MB രാജേഷ്. ഈ കാലത്ത് ഇങ്ങനെ വികലചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു.
ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു. ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. അതേസമയം ഹുസൈൻ മടവൂരിന് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നു. വസ്ത്രം ധരിക്കാതെയല്ല കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതെന്നും യൂണിഫോം ധരിച്ചാണ് ഡാൻസ് ചെയ്യുന്നതെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകൾ ഉണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിലില്ലെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്. ലയന സാഹചര്യമില്ലെന്ന് മാണി വിഭാഗം തന്നെ ആവർത്തിക്കുന്നു. മുന്നണി വിപുലീകരണം ലക്ഷ്യമുണ്ട്, ആർക്കെങ്കിലും വരണമെങ്കിൽ അവരാണ് ചർച്ച നടത്തേണ്ടതെന്നും മോൻസ് ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനൊന്നും സാധ്യതയില്ല എന്ന് മറുഭാഗം പറയുന്നു. അവരങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയിൽ പിന്നെ ഇതേക്കുറിച്ച് ഞങ്ങളൊക്കെ അഭിപ്രായം പറയുന്നതിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മുന്നണി UDF-ലേക്ക് ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ലെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളായിട്ട് അതേക്കുറിച്ച് ഒരു പ്രത്യേക പ്രതികരണത്തിന് അഭിപ്രായത്തിനോ യാതൊരു പ്രസക്തിയിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അതിന് UDF നല്ല ടീം വർക്കോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ ഒരു ടീം ലീഡർഷിപ്പ് UDF-ൻ്റെ തലത്തിൽ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിലമ്പൂർ ഇലക്ഷൻ. തിളക്കമാർന്ന വിജയം ഉണ്ടായിരിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഇന്ന് UDF 100 സീറ്റിലധികം നേടിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയത്തോടെ കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വരുമെന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. UDF-നെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പുതുതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് UDF-ന് നല്ലതാണ്, അത് നല്ലതാണ്. പക്ഷേ അതിനിപ്പം പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലേ UDF അധികാരത്തിൽ വരൂ എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. കാരണം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. UDF ഇടതുമുന്നണിയിലെ കക്ഷികളെ ക്ഷണിക്കുന്നത് ബലഹീനത കൊണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഭരണത്തിൽ തിരിച്ചുവരാനാകില്ലെന്ന് UDF-ന് ബോധ്യമായി. UDF-ന്റെ ക്ഷണത്തിന് ജോസ് കെ മാണിയും ബിനോയ് വിശ്വവും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും VN വാസവൻ പറഞ്ഞു. സൂംബ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ UDF ചില കക്ഷികളെ ക്ഷണിക്കുന്നു, അതിൻ്റെ അർത്ഥം UDF-ന്റെ ബലഹീനത തന്നെയാണ്. UDF-ന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് CPI-യെ ക്ഷണിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു. അത് ഇന്നലെ ബഹുമാന്യനായ ജോസ് കെ മാണി MP തന്നെ സൂചിപ്പിച്ചു. വിഷമകരമായ സാഹചര്യം അവർക്കുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത്. കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും ബഹുമാനായ ബിനോയ് വിശ്വവും ആ വിഷയത്തെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞു. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പോരാട്ടത്തിൻ്റെ രംഗത്തേക്ക് ജനങ്ങളാകെ ഉണർത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ഭാഗമാണ് സ്കൂളുകളിലെ ഈ ഡാൻസ്. അത് കായികമായും മാനസികമായും വിദ്യാർത്ഥികൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുക. ഭാരതാംബ വിഷയത്തിൽ തർക്കം തീരുന്നില്ല. ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. നിയമപരിശോധനയ്ക്ക് ശേഷം ഭരണഘടനാ വിദഗ്ധരുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷമാകും മറുപടി നൽകുക. ഭാരതാംബയുടെ ചിത്രത്തെ അനുകൂലിച്ചുള്ള രാജ്ഭവൻ വാദങ്ങൾക്ക് നിയമപരിരക്ഷയില്ലെന്നാണ് സർക്കാർ നിലപാട്. ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് വെറും സങ്കല്പം മാത്രമാണ്. കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നടന്ന സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VC-ക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് മന്ത്രി V ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. വീണ്ടും ഈ ഭാരതാംബ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നതിന് അപേക്ഷിക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചു.
അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്നെ ഉപദ്രവിക്കരുത്, ഈ പേര് പറഞ്ഞ ആവശ്യമില്ലാതെ ആക്ഷേപങ്ങൾ ഇങ്ങനെ പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയാം. ഞാൻ ഇതുവരെ പ്രോട്ടോകോളൊന്നും ലംഘിച്ചിട്ടില്ല. ഞാൻ 5 വർഷക്കാലം മേയറായിരുന്നു, 3 ടൈം MLA ആയിരുന്നു. ആ സമയത്തൊന്നും പ്രോട്ടോകോളൊന്നും ലംഘിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരുപക്ഷെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നിയമസഭയ്ക്കകത്തും പുറത്ത്. അത് വേറെ ഇഷ്യൂയാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയം. രണ്ടാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ വഴിയാണ് കോട്ടയം അതിദരിദ്രരില്ലാത്ത ജില്ലയായി മാറിയത്. കോട്ടയത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കോട്ടയത്തെ അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന് വഴികാട്ടിയായി കോട്ടയം മാറിയതായും മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഭാഗമായി ഓരോ ജില്ലകളിലും തദ്ദേശ സ്ഥാപന തലത്തിൽ സർവേ നടത്തി അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തന്നെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. കോട്ടയം ജില്ലയിൽ 903 കുടുംബങ്ങളാണ് അതിദരിദ്രരുടെ അന്തിമ പട്ടികയിലുണ്ടായിരുന്നത്. ഇതിൽ ഓരോ കുടുംബത്തിന്റെയും ആവശ്യാനുസരണം 155 കുടുംബങ്ങൾക്ക് വരുമാന മാർഗം ഒരുക്കിക്കൊടുത്തു. 693 കുടുംബങ്ങൾക്ക് മരുന്നുകളും 206 കുടുംബങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ സേവനവും 6 കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷാ സാമഗ്രികളും ലഭ്യമാക്കി. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത 605 കുടുംബങ്ങൾക്ക് പാകം ചെയ്ത് ഭക്ഷണം നൽകലും ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. ഭവനരഹിതരായ മുഴുവൻ പേർക്കും സുരക്ഷിത വാസസ്ഥലങ്ങൾ ഉറപ്പാക്കി. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പുനരധിവസിപ്പിക്കാനും ചികിത്സയ്ക്കുമുള്ള നടപടികൾ സ്വീകരിച്ചു. 490 ഗുണഭോക്താക്കൾക്ക് ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ അടക്കമുള്ള അവകാശ രേഖകൾ ലഭ്യമാക്കി. 55 വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് പാസും ലഭ്യമാക്കി. ഇത്തരത്തിൽ വിവിധ വകുപ്പുകളുടെ സംയോജിതവും സമഗ്രവുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കോട്ടയം അതിദരിദ്രരില്ലാത്ത ജില്ലയായി മാറിയത്. മന്ത്രി MP രാജേഷ് കോട്ടയത്തെ അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചു. നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പുതുചരിത്രം എഴുതുമ്പോൾ അതിന് ആമുഖമെഴുതിയ ജില്ലയായി കോട്ടയം മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്. നവംബർ 1 കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിൻ്റെ ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും അറിയപ്പെടും. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക മന്ത്രി MP രാജേഷ് മന്ത്രി VN വാസവന് നൽകി പ്രകാശനം ചെയ്തു. അമൃത ന്യൂസ്, കോട്ടയം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച. മുൻ വർഷങ്ങളിലെ കണക്ക് ഹരിത കേരള മിഷന് നൽകാത്തതുമൂലം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ അനുവദിക്കുന്ന ഫണ്ട് ഇത്തവണ ലഭിച്ചില്ല. ഇതോടെ കാലവർഷത്തെ മുന്നിൽ കണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് താറുമാറായത്. കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ടിന്റെ കണക്ക് നൽകാതിരുന്നതിനാൽ ഹരിത കേരള മിഷനിൽ നിന്ന് ആലപ്പുഴ നഗരസഭയ്ക്ക് ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഫണ്ട് ലഭിച്ചില്ല. ഈ വർഷം വാർഡ് 1 30,000 രൂപ ക്രമത്തിൽ ലഭിക്കാത്തതിന് പുറമെ മുൻ വർഷത്തെ ഫണ്ടിൽ ശേഷിച്ച 10,000 രൂപയും പല വാർഡുകൾക്കും ഇനിയും ലഭിച്ചിട്ടില്ല. കാലവർഷത്തിന് മുന്നോടിയായി വാർഡുകളിലെ കാനകളും തോടുകളും ശുചീകരിക്കുവാനും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കി സാംക്രമിക രോഗവ്യാപനം തടയാനുമാണ് ഹരിത കേരള മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗരസഭയിലെ വാർഡുകൾക്കായി ഹരിത കേരള മിഷൻ 30,000 രൂപ വീതം അനുവദിച്ചതിൽ ആദ്യ ഗഡുവായ 20,000 വീതം ചെലവഴിച്ചതിന്റെ കണക്ക് വാർഡ് തലത്തിൽ നിന്നും നൽകാതിരുന്നതിനാൽ രണ്ടാം ഗഡുവായ 10,000 ലഭിച്ചിരുന്നില്ല. സെക്രട്ടറിയുടെ കസേരയിൽ മാസങ്ങളായി ആളില്ലാത്തതും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമായി. ഇതോടെ ഈ സാമ്പത്തിക വർഷം ലഭിക്കേണ്ട ഫണ്ടും മുടങ്ങി. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ആശങ്കയിലാകുന്നത് ജനങ്ങളാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമൂലം പല ഇടത്തോടുകളും മലിനമായ അവസ്ഥയിലാണ്. പോളം നിറഞ്ഞ തോടുകളിൽ ഒഴുക്ക് നിലച്ചതോടെ വെള്ളമുയരുന്നതും ഭീഷണിയാണ്. ഇത് സാംക്രമിക രോഗവ്യാപനത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. ജൂലൈ 10 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനിടെ സർക്കാരിനെ വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയ ഹരിപ്പാട് വില്ലേജ് ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. PK പ്രീതയാണ് പിടിയിലായത്. മുൻ ഭൂസർവേ നമ്പർ നൽകുന്നതിനാണ് 1000 രൂപ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയത്. ഡിജിറ്റൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പണം കൈപ്പറ്റി ഭൂമിയുടെ മുൻ സർവേ നമ്പർ നൽകുകയും ചെയ്തു.
മലപ്പുറത്ത് ചികിത്സ നൽകാത്തതിനെ തുടർന്ന് 1 വയസ്സുകാരൻ മരണപ്പെട്ടതായി പരാതി. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതികളുടെ കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ എസ്എൻ എർഹാനാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ടാണ് 1 വയസ്സുകാരൻ മരിച്ചത്. അസുഖബാധിതനായ കുട്ടിക്ക് ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സ നടത്തിയിരുന്ന മാതാപിതാക്കൾ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവയ്പും എടുത്തിട്ടില്ല. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ശാസ്ത്രീയ ചികിത്സാ രീതികളെ എതിർക്കുന്ന പോസ്റ്ററുകളും ഇവർ പ്രചരിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലയിലേക്ക് അറിയിക്കും. മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്ത് വീട്ടിൽ നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ചത്. കുട്ടി മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിച്ച് ഗുണ്ടാസംഘം. ലഹരി പാർട്ടിക്കിടയിലാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. 3 പോലീസ് ജീപ്പുകളും അടിച്ചു തകർത്തു. കൊലക്കേസ് പ്രതി കൂടിയായ ബ്രഹ്മദത്തൻ എന്ന ഗുണ്ടാതലവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസിനെ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. നെല്ലങ്കരയിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നതുമായുള്ള പരാതിയെ തുടർന്നാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. കമ്പിപ്പാരയും പട്ടികവടികളുമായി പോലീസിനെ ഗുണ്ടാസംഘം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 4 പോലീസുകാരെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രദേശത്ത് കമ്മീഷണർ R ഇളങ്കോ സന്ദർശനം നടത്തി. ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചുവെന്നും പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചുവെന്നും കമ്മീഷണർ പറഞ്ഞു. 6 ഗുണ്ടകൾ 7 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനെപ്പോൾ പ്രവർത്തിച്ചു. അത്രയും പറയാം. ആദ്യ വാഹനത്തിലെത്തിയ പോലീസ് സംഘത്തെ ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു. പിന്നീടെത്തിയ 2 പോലീസ് വാഹനങ്ങൾക്കു നേരെയും ഗുണ്ടകൾ ആക്രമണം നടത്തി. കൂടുതൽ പോലീസ് സംഘമെത്തിയാണ് ബ്രഹ്മദത്ത് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെയോടെയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ രമ തിരുവനന്തപുരത്തെ മകളോടൊപ്പമായിരുന്നു താമസം. അച്ഛനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് മകൾ വിദ്യ ഇന്ന് വീട്ടിലെത്തിയത്. വീടും ഗേറ്റും പൂട്ടിയിട്ടിരുന്നു. പരിശോധിച്ചപ്പോൾ വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തി. ഉടൻ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് ഹാളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെ മൃതദേഹം. മുറിയിലെ ഫാനിലാണ് ശ്രീനിവാസപിള്ള തൂങ്ങി നിന്നത്. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശ്രീനിവാസപിള്ള ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. വിഷ്ണു തമിഴ്നാട്ടിൽ പഠനം പൂർത്തിയാക്കി SBIയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് ജോലി രാജിവെച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ആള് ഇവിടെ എല്ലാം അടിച്ചു പൊട്ടിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന പരിസരക്കാർക്ക് അറിയാം. പാട്ടും TV ഒക്കെ ഭയങ്കര ഓളിയത്തിലേ വെക്കുള്ളൂ. അതെല്ലാം അയൽക്കാർക്ക് പരാതിയുണ്ട്. പിന്നെ സാർ ആരോടും ഒരു പരാതിയൊന്നും പറയത്തില്ല. മകനല്ലേ, അതുകൊണ്ട് സാർ അങ്ങനെ ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വഴക്കുകൾ ഇവിടെ ഉണ്ട്. മോനുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നില്ല. മോൻ്റെ ജനറേഷൻ വെച്ചാൽ അത് വേറൊന്നാണ്. ഞങ്ങളുമായിട്ട് ഇവിടുമായിട്ടൊക്കെ ഒരു ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. ഒരു ബന്ധവുമില്ല. പിന്നെ അവൻ എഞ്ചിനീയറാണ്, ബിടെക് പാസ്സായാണ്. ഒരു 1-2 വർഷമായിട്ട് ഇദ്ദേഹം വളരെ ഡിപ്രസ്ഡാണ്. അതിൻ്റെ ഒരു ആയിരിക്കണം ഈ നടന്നതെന്ന് നമുക്ക്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പരസ്യ ബോർഡുകൾ വീടിന് ചുറ്റും വിഷ്ണുവിൻ്റെ താൽപ്പര്യപ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനമുള്ളതല്ല. വിഷ്ണുവുമായി വീട്ടുകാർ പ്രശ്നത്തിലായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കൊൽക്കത്ത ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാകുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ കസ്ബ പ്രദേശത്തുള്ള സൗത്ത് കൽക്കത്ത ലോ കോളേജിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ക്യാമ്പസിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിക്കുള്ളിൽ വെച്ചാണ് സംഭവം. 24-കാരിയായ വിദ്യാർത്ഥിനി പരീക്ഷ സംബന്ധിച്ച അപേക്ഷകൾ സമർപ്പിക്കാനായി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോളേജ് ക്യാമ്പസിലെത്തിയത്.
ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ വിദ്യാർത്ഥി നേതാവുമായ മനോജിത് മിശ്ര, കോളേജിലെ വിദ്യാർത്ഥികളായ സായിബ് അഹമ്മദ്, പ്രമിത് മുഖ്യോപാധ്യായ എന്നിവർ ചേർന്ന് യുവതിയെ ബലമായി സെക്യൂരിറ്റി റൂമിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് മിശ്രയെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. മനോജിത് മിശ്ര യുവതിയെ ഉപദ്രവിച്ച സമയത്ത് മറ്റ് 2 വിദ്യാർത്ഥികൾ റൂമിന് പുറത്ത് കാവൽ നിന്നുവെന്ന് യുവതി മൊഴിയിൽ പറയുന്നു. റൂമിന് പുറത്ത് നിന്ന് സെക്യൂരിറ്റി വീഡിയോ റെക്കോർഡ് ചെയ്തുവെന്നും മൊഴിയിൽ അതിജീവിത പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ യോഗത്തിന് ശേഷമായിരുന്നു സംഭവമെന്നും റിപ്പോർട്ടുണ്ട്. മിശ്രയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടും തന്നെ പോകാൻ അനുവദിച്ചില്ലെന്ന് അതിജീവിത പരാതിയിൽ പറയുന്നു. വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതായും വിസമ്മതിച്ചപ്പോൾ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. ഇതിനിടെ കടുത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട താൻ ഇൻഹേലറിനായി അപേക്ഷിച്ചു. പക്ഷേ ആരും സഹായിച്ചില്ല. ലൈംഗികാതിക്രമത്തിനിടെ തലയിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. ഉന്നത ബന്ധമുള്ളയാളാണ് പ്രതിയെന്നും തനിക്ക് നീതി ലഭിച്ചേ തീരുവെന്നും അതിജീവിത പറഞ്ഞു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിലാണ് അടുത്ത കേസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി നൽകിയ പരാതിയിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പരാഗ് ജെയിൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ അടുത്ത മേധാവിയാകും. നിലവിലെ മേധാവി രവി സിൻഹയുടെ സേവന കാലാവധി മറ്റന്നാൾ അവസാനിക്കും. 1989 ബാച്ച് പഞ്ചാബ് കേഡർ IPS ഉദ്യോഗസ്ഥനായ പരാഗ് നിലവിൽ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ തലവനാണ്. 2 വർഷം അദ്ദേഹം മേധാവിയായി തുടരും. ഓപ്പറേഷൻ സിന്ദൂറിൽ പരാഗ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻപ് ജമ്മു കശ്മീരിന്റെ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു. പത്തനംതിട്ടയിൽ പോക്സോ കേസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് DIGയുടെ റിപ്പോർട്ട്. ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ കേസ് അന്വേഷണത്തിലാണ് SHO മുതൽ SP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് കുമാറിനെ സ്ഥലം മാറ്റുമെന്നാണ് വിവരം. ഹൈക്കോടതി അഭിഭാഷകനും UDF സർക്കാർ കാലത്തെ ഗവൺമെന്റ് ലീഡറുമായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അന്വേഷണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 3 റിപ്പോർട്ടുകളാണ് DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. അന്വേഷണത്തിൽ കോന്നി പോലീസിനുണ്ടായ വീഴ്ചയിൽ കോന്നി DYSP രാജപ്പൻ റൌത്തർ, SHO ശ്രീജിത്ത് എന്നിവരെ ജൂൺ 2 സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ വീഴ്ചകൾ കണ്ടെത്തിയത്. കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത് ആറന്മുള പോലീസിന് കൈമാറിയ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ആറന്മുള പോലീസും വീഴ്ച വരുത്തിയെന്നാണ് DIGയുടെ റിപ്പോർട്ടിലുള്ളത്. ആറന്മുള SHO പ്രവീൺ, പത്തനംതിട്ട DYSP ആയിരുന്ന S നന്ദകുമാർ, പത്തനംതിട്ട SP വിനോദ് കുമാർ എന്നിവർ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച വരുത്തി. പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയ SP വിനോദ് കുമാറിനെ ഉടൻ സ്ഥലം മാറ്റുമെന്നാണ് വിവരം. 3.5 മാസക്കാലം വൈകിപ്പിച്ചാണ് കോന്നി പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു, കേസെടുക്കുന്നതിലും നടപടികളിലും കാലതാമസം വരുത്തി തുടങ്ങിയ പോലീസ് വീഴ്ചകളെല്ലാം DIGയുടെ റിപ്പോർട്ടിലുണ്ട്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് പ്രതി നൌഷാദ് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തിയത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന്റെ കാരണം സാമ്പത്തിക ഇടപാടെന്നാണ് സൂചന. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം ചേരമ്പാടിയിൽ കുഴിച്ചിട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ചിലരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. നിലവിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 22 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചത്. കളക്ടറിൽ നിന്ന് അനുമതി വാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരുമായി പോയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. വിദേശത്തുള്ള മുഖ്യപ്രതിക്കായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നതായി പോലീസ് പറയുന്നു. കാണാതായ വ്യക്തിയെ പ്രതികൾ ശബ്ദം മാറ്റി ഫോണിൽ സ്ത്രീ ശബ്ദത്തിൽ വിളിച്ചിരുന്നു. ഇത് സൈബർ സെൽ തിരിച്ചറിഞ്ഞു. 1.5 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസാണ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമൃത ന്യൂസ്, വയനാട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ടിന് സമാനമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ വലിയ തിരമാലകളും കടലാക്രമണവും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളതെന്നും ഇത് കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മഴവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രക്കാരും ജാഗ്രത തുടരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കുമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് വന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന നിർദ്ദേശം. റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് തമിഴ്നാട് പെരിയാർ നദിയിലേക്ക് വെള്ളമൊഴുക്കും. സെക്കൻഡിൽ 3800 ഘനയടി ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2050 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. മഴയും നീരൊഴുക്കും കുറഞ്ഞതിനാൽ ഷട്ടർ തുറക്കേണ്ടി വരില്ലെന്നാണ് തമിഴ്നാടിന്റെ വിലയിരുത്തൽ. ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. 1 ഇഞ്ച് വീതമാണ് ഷട്ടറുകൾ തുറന്നത്. ഷട്ടറുകൾ തുറക്കുമ്പോൾ 76.21 മീറ്റർ ആണ് ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. വൃഷ്ടിപ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ സജീവമായതിനാൽ മഴ കുറഞ്ഞാലും വരും ദിവസങ്ങളിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരും. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം, 16 സൈനികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ഖൈബർ പക്തൂൺ പ്രവിശ്യയിലാണ് ആക്രമണമുണ്ടായത്. തെഹ്രീക്കെ താലിബാന്റെ ഉപവിഭാഗം ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സ്ഫോടനത്തിൽ 29 പേർക്ക് പരിക്കേറ്റു. സൈന്യത്തിന്റെ വാഹനത്തിന് സമീപം ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലോക അത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൽ ചോർച്ച കണ്ടെത്തിയതിന് പിന്നാലെ വിദഗ്ധ പരിശോധനകൾ ആരംഭിച്ചു. പരിശോധന പൂർത്തിയാക്കാൻ 15 ദിവസമെടുക്കും. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. താഴികക്കുടത്തെ പ്രധാന ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഇടത്താണ് ചോർച്ച കണ്ടെത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥൻ താപപരിശോധനയിലാണ് ചോർച്ച കണ്ടെത്തിയത്. തുടർ പരിശോധനകൾക്കായി താഴികക്കുടം മൂടിയിരിക്കുകയാണ്. കാസർഗോഡ് അജാനൂർ കടപ്പുറത്ത് ശക്തമായ തിരമാലയിൽ പഞ്ചായത്ത് റോഡ് തകർന്നു. അജാനൂർ ഫിഷ് ലാൻഡിലേക്കുള്ള റോഡാണ് കടലാക്രമണത്തിൽ തകർന്നത്. 20 മീറ്ററോളം ദൂരത്തേക്ക് റോഡിന്റെ ഒരു ഭാഗം തകർന്നുപോയി. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് രൂക്ഷമായ കടലാക്രമണം നേരിടുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ തീരദേശ റോഡ് കൂടുതൽ തകർച്ച നേരിടുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ശക്തമായ തിരയടിച്ചിലിൽ അജാനൂർ കടപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലായി കല്ലുകളും ഇളകിക്കിടക്കുകയാണ്. ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിൽ. മണ്ണ് വീണ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനും ഇടയിൽ അകമല റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞതിനെ തുടർന്നുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലത്ത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ഇടതുപക്ഷ സംഘടനാ നേതാക്കന്മാരെയും DOയുടെ കസേരയിൽ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ DOയുടെ നിയമനം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാരോപിച്ച് പ്രതിഷേധ സമരം തുടർന്നു. DO ഇല്ലാത്തതിനാൽ ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും പാഠപുസ്തക വിതരണം അവതാളത്തിലാകുകയും എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ ശമ്പളം, ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമൂലം പ്രതിസന്ധിയിലാണെന്നും KSU ആരോപിച്ചു. തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.